എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോ ഫിലിമിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന വിഷയം എന്നത് ഒരു വേൾഡ് ക്ലാസിക് ആക്ഷൻ എന്റർടൈനറായ ഒരു സിനിമയെ കുറിച്ചാണ്. ലോക ജനതയെ ആയോധന കലാ പഠനത്തിന് പ്രചോദനം നൽകിയ ഒരു ക്ലാസിക്കൽ ആക്ഷൻ ഹോളിവുഡ് സിനിമയാണ്. സിനിമയുടെ പേര് എൻ്റർ ദി ഡ്രാഗൺ. 1973 ജൂലൈ 26 ആണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. ലോക ആയോധനകലാ ഇതിഹാസം ആയ ബ്രൂസ്ലി നായകനായ ഈ ചിത്രം ബ്രൂസ്ലിയുടെ ആദ്യ ഹോളിവുഡ് സിനിമയാണ്. 1973 ജൂലൈ 20 ബ്രൂസ്ലിയുടെ മരണത്തിന് 6 ദിവസങ്ങൾക്ക് ശേഷമാണ് എൻ്റർ ദി ഡ്രാഗൺ റിലീസ് ചെയ്യുന്നത്. സിനിമയുടെ പേര് എൻ്റർ ദി ഡ്രാഗൺ എന്നാണെങ്കിലും എൻ്റർ ദി ഡ്രാഗൺ ദി ഡെഡ്ലി 3 എന്നാണ് സിനിമയുടെ പൂർണ്ണനാമം. WB എന്ന വാർണർ ബ്രദേഴ്സിന്റെ ബാനറിൽ പോൾ ഹെല്ലർ, ഫ്രെഡ് വെയിൻറോം എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത്. ഇതിനോടൊപ്പം തന്നെ ബ്രൂസ്ലിയുടെ സ്വന്തം സിനിമ നിർമ്മാണ കമ്പനിയായ കോൺകോർഡ് പ്രൊഡക്ഷൻസിന്റെ ബാനറും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത്. ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് റോബർട്ട് ക്ലൗസ് ആണ്. ജോൺ സാക്സൺ, യാങ്സിസ്, അഹ്ന കാഫറി, ഈ സിനിമയിലെ മെയിൻ വില്ലൻ ഷിഹ്കിയാൻ, റോബർട്ട് വാൾ, പീറ്റർ ആർച്ചർ, ഏഞ്ചല മാവോ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ. 1973 ജൂലൈ 26 ഹോങ്കോങ്ങിലും അതേ വർഷം ആഗസ്റ്റ് 19 യുണൈറ്റഡ് സ്റ്റേറ്റിലുമാണ് ചിത്രത്തിന്റെ റിലീസിംഗ് തീയതികൾ. ഒരു ജെയിംസ് ബോണ്ട് പടത്തിന് ചുവടുറപ്പിച്ച ചിത്രമായിരുന്നു എൻ്റർ ദി ഡ്രാഗൺ. 850,000 രൂപയായിരുന്നു ഇതിന്റെ ബജറ്റ്. $400 മില്യൺ ബോക്സ് ഓഫീസിൽ കളക്ഷൻ നേടി. മൈക്കിൾ ആലിനാണ് ഈ സിനിമയുടെ രചന നിർവഹിച്ചത്. ഈ സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ചത് ലാലോ സ്കിഫ്രിനാണ്. ആക്ഷൻ സീക്വൻസുകൾ സംവിധാനം ചെയ്തിരിക്കുന്നത് ബ്രൂസ്ലി തന്നെയാണ്. മാത്രവുമല്ല, ബ്രൂസ്ലി തന്നെയാണ് എൻ്റർ ദി ഡ്രാഗൺ എന്ന് ഈ സിനിമയ്ക്ക് പേര് നൽകിയത്. ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വിജയകരമായ ആയോധന കലാ ചിത്രമാണ് എൻ്റർ ദി ഡ്രാഗൺ. എക്കാലത്തെ മികച്ച ആയോധന കലാ ചിത്രങ്ങളിലൊന്നായി ഇത് പരക്കെ കണക്കാക്കപ്പെടുന്നു. 2004 ലൈബ്രറി ഓഫ് കോൺഗ്രസ് സാംസ്കാരികമായും ചരിത്രപരമായും അല്ലെങ്കിൽ സൗന്ദര്യാത്മകമായും പ്രാധാന്യമുള്ളത് ആയി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നാഷണൽ ഫിലിം രജിസ്റ്ററിയിൽ സംരക്ഷണത്തിനായി ഇത് തിരഞ്ഞെടുക്കപ്പെട്ടു. എക്കാലത്തെയും ഏറ്റവും സ്വാധീനമുള്ള ആക്ഷൻ ചിത്രങ്ങളിലൊന്നായി എൻ്റർ ദി ഡ്രാഗൺ കണക്കാക്കപ്പെടുന്നു. അതിൻ്റെ വിജയം ലോകമെമ്പാടുമുള്ള മുഖ്യധാര ആയോധന കലയോടുള്ള താല്പര്യത്തിന് കാരണമാവുകയും ആക്ഷൻ സിനിമകൾ, ടെലിവിഷൻ ഷോകൾ, ആക്ഷൻ ഗെയിമുകൾ, കോമിക് പുസ്തകങ്ങൾ, മാങ്ക, ആനിമേഷൻ എന്നിവയുൾപ്പെടെ നിരവധി സാങ്കല്പിക കൃതികൾക്ക് പ്രചോദനം നൽകുകയും ചെയ്തു. സഹോദരിയുടെ മരണത്തിന് കാരണക്കാരനായ ഹാൻ എന്ന മയക്കുമരുന്ന് മാഫിയ തലവനെ പിടികൂടാൻ ഒരു ദ്വീപിൽ നടക്കുന്ന കുംഫു ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ലീ എന്ന മാർഷൽ ആർട്സ് വിദഗ്ധന്റെ കഥയാണിത്. ഇന്റലിജൻസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ലീ ഹാനിന്റെ താവളത്തിൽ കടന്നുകയറി തെളിവുകൾ ശേഖരിക്കുകയും ഒടുവിൽ ഹാനിനെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതാണ് ഈ സിനിമയുടെ പ്രമേയം. മാർഷൽ ആർട്ടിസ്റ്റും അമേരിക്കൻ അത്ലറ്റും അമേരിക്കൻ ചലച്ചിത്ര നടനുമായിരുന്ന ജിം കെല്ലിയുടെ ആദ്യ പ്രധാന വേഷമാണ് എൻ്റർ ദി ഡ്രാഗൺ എന്ന ചിത്രം. ഇവയെ കൂടാതെ ലോകത്തിലെ ഏറ്റവും വലിയ ആക്ഷൻ താരം ജാക്കി ചാൻ ഈ സിനിമയിൽ ബ്രൂസ്ലിയോടൊപ്പം ഒരു സ്റ്റണ്ട് രംഗത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയിലൂടെ പ്രശസ്തമായ മിക്സഡ് മാർഷൽ ആർട്സ് എന്ന MMA വളരെയധികം സ്വാധീനം ചെലുത്തി. ഹിപ്മാൻ എന്ന സിനിമയിലൂടെ ശ്രദ്ധേയനായ സാമോ ഹങ്ങുമായുള്ള ആദ്യ പോരാട്ട രംഗം പിന്നീട് MMA എന്ന് അറിയപ്പെടുന്നതിൻ്റെ ഘടകങ്ങൾ ലീ പ്രദർശിപ്പിച്ചു.
രണ്ട് പോരാളികളും പിന്നീട് സാധാരണ MMA വസ്ത്ര ഇനങ്ങളായി മാറിയ കോംബോ ഗ്ലൗസും ചെറിയ ഷോർട്സും ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു. ഹങ്ങിനെ സമർപ്പിക്കാൻ അന്നത്തെ അംബാർ എന്ന ജൂഡോയിലും ജിയോ ജിത്സുയിലും ബ്രൂസ് ലീ ഉപയോഗിക്കുന്നതിലൂടെയാണ് പോരാട്ടം അവസാനിക്കുന്നത്. ദ ബിഗ് ബോസ്, ഫിസ്റ്റ് ഓഫ് ഫ്യൂറി, ദ വേ ഓഫ് ദി ഡ്രാഗൺ തുടങ്ങിയ ഹോങ്കോങ് സിനിമകളിലൂടെ ബ്രൂസ് ലീ വലിയൊരു താരമായി ഉയരുമ്പോഴാണ് ഹോളിവുഡിലേക്ക് ഒരു ഓഫർ ലഭിക്കുന്നത്. അതായിരുന്നു എൻ്റർ ദി ഡ്രാഗൺ എന്ന സിനിമ. മാത്രമല്ല, അമേരിക്കയിൽ റിലീസ് ചെയ്യുന്ന ബ്രൂസ് ലീയുടെ ആദ്യ സിനിമ എന്നൊരു വിശേഷണവും ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രൂസ് ലീയുടെ മൂന്നാമത്തെ സിനിമയായ ഹോങ്കോങ് ചിത്രം ദ വേ ഓഫ് ദി ഡ്രാഗൺ അമേരിക്കയിൽ റിലീസ് ചെയ്യുന്ന രണ്ടാമത്തെ സിനിമയായിരുന്നു. അതുകൊണ്ട് തന്നെ വേ ഓഫ് ദി ഡ്രാഗൺ അമേരിക്കയിൽ റിട്ടേൺ ഓഫ് ദി ഡ്രാഗൺ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. സിനിമ പോലെ തന്നെ ഇതിലേറെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ് ബ്രൂസ് ലീ ചിട്ടപ്പെടുത്തിയ ആക്ഷൻ രംഗങ്ങൾ. അവയിലേറെ ചർച്ചാ വിഷയമായ ഒരു രംഗമാണ് നായകനും വില്ലനും തമ്മിലുള്ള ക്ലൈമാക്സ് ഫൈറ്റ് സീൻ. ചുറ്റും കണ്ണാടികളുള്ള ഒരു മുറിയിൽ വെച്ച് നടക്കുന്ന വില്ലനും നായകനും തമ്മിലുള്ള സംഘട്ടന രംഗം ഇന്നും ഏറെ ജനശ്രദ്ധേയമാണ്. ഈ ക്ലൈമാക്സ് രംഗത്തിൽ കൈപ്പത്തിയില്ലാത്ത വില്ലന്റെ കൃത്രിമപത്തി ഉപയോഗിച്ച് ആക്രമിക്കുന്ന രംഗം ബ്രൂസ് ലീക്ക് നിരവധി പരിക്കുകളേറ്റു. അതേപോലെ തന്നെ ഇതിലെ മറ്റൊരു എടുത്തു പറയുന്ന ഒരു ആക്ഷൻ രംഗമാണ് ബ്രൂസ് ലീ വളരെ വേഗത്തിൽ നെഞ്ചക്ക കറക്കുന്നതൊക്കെ പ്രേക്ഷകർ ഇരുകൈ നീട്ടിയാണ് സ്വീകരിച്ചത്. ഇത് ഇന്ത്യ ഒട്ടാകെ ഏറെ ചർച്ചാ വിഷയമായി. ബ്രൂസ് ലീ എന്ന ഇതിഹാസത്തെ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കപ്പെടുന്ന ചിത്രവും ഇതുതന്നെ. എതിരാളിയെ ശാരീരികമായി മാത്രമല്ല ബുദ്ധിപരമായും ആയോധനകല നേരിടാൻ സഹായിക്കുമെന്ന് ഈ സിനിമ നമ്മളെ പഠിപ്പിക്കുന്നു. ആ രംഗം ഇതാണ്. Don't you think we need more room? Where else? That island, on a beach. We can take this boat. Okay. Are you crazy? Don't try to pull yourself out, or I'll let go the line. പറഞ്ഞ പോലെ തന്നെ ഇതിലേറ്റവും അവിസ്മരണീയമായ ഒരു സംഭവമാണ് ഇതിന്റെ ക്ലൈമാക്സ് ആക്ഷൻ രംഗം. ചുറ്റും കണ്ണാടികളുള്ള ഒരു മുറിയിൽ ചിത്രീകരിച്ച ഈ രംഗം ക്യാമറയെയോ ക്യാമറമാനെയോ സംവിധായകനെയോ കണ്ണാടിയിൽ പതിയാത്ത വിധത്തിലാണ് ഈ രംഗം ചിത്രീകരിച്ചത്. ഈ ക്ലൈമാക്സ് രംഗം ഏറെ തരംഗമായതോടെ ഇന്ത്യൻ സിനിമയിലെ നിരവധി ഭാഷകളിൽ ക്ലൈമാക്സ് രംഗത്തിന് പ്രചോദനമായി. അവയിൽ മലയാളം, തമിഴ്, ഹിന്ദി ഭാഷകളിലാണ് പ്രചോദനമായത്. അവയിൽ ആദ്യം വന്നിരിക്കുന്നത് 1977 പുറത്തിറങ്ങിയ ഹിന്ദി സിനിമ ഏജന്റ് വിനോദ് എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് രംഗമാണ് ആദ്യ ഇൻസ്പിറേഷൻ. മഹേന്ദ്ര സന്ധു നായകനായി അഭിനയിച്ച ഈ ചിത്രം അക്കാലത്തെ മികച്ച ആക്ഷൻ സിനിമകളിൽ ഒന്നായിരുന്നു. ജെയിംസ് ബോണ്ട് സിനിമയുടെ ഒരു ഹിന്ദി വേർഷനായിരുന്നു ഈ ചിത്രം.
പിന്നീട് 1980 മലയാളത്തിന്റെ ആക്ഷൻ ഹീറോ ജയൻ നായകനെ അഭിനയിച്ച ശക്തി എന്ന സിനിമയുടെ ക്ലൈമാക്സ് രംഗവും പ്രചോദനം ഉൾക്കൊണ്ടു. നടൻ ജയന്റെ റിക്വസ്റ്റ് മൂലമാണ് ഈ രംഗം ചിത്രീകരിച്ചത്. പിന്നീട് 1984 പുറത്തിറങ്ങിയ തമിഴകത്തിന്റെ സ്റ്റൈൽമന്നൻ രജനീകാന്ത് നായകനെ അഭിനയിച്ച നാൻ മഹാനല്ല എന്ന സിനിമയുടെ ക്ലൈമാക്സ് രംഗവും ഇതിനായി ഉപയോഗിച്ചു. ഇവയെ കൂടാതെ തന്നെ തമിഴകത്തിന്റെ പ്രിയ നടൻ ധനുഷ് നായകനെ അഭിനയിച്ച മാരി 2 എന്ന സിനിമയുടെ ക്ലൈമാക്സും ഇതിനോടകം നിർമ്മിച്ചു. ബ്രൂസ് ലീ എന്ന സർഗപ്രതിഭയുടെ മരണത്തിന്റെ ചില സൂചനകൾ കണ്ടുതുടങ്ങിയത് ഈ സിനിമയുടെ പണിപ്പുരയിൽ വെച്ചായിരുന്നു. ഷൂട്ടിംഗ് പൂർത്തിയാക്കി ഡബ്ബിങ്ങിനായി സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു സംഭവത്തിന് തുടക്കം. ഡബ്ബിംഗ് നടക്കുമ്പോൾ സ്റ്റുഡിയോയിൽ AC ഓഫാക്കിയതിനാൽ വിയർപ്പ് അനുഭവപ്പെട്ട ബ്രൂസ് ലീ ക്ഷീണം മാറ്റുവാൻ വേണ്ടി വാഷ് ബേസിൽ പോയി മുഖം കഴുകിയിരുന്നു. മുഖത്ത് വെള്ളം പതിഞ്ഞതും ബോധരഹിതനായി ബ്രൂസ് ലീ നിലത്ത് വീണു. സ്റ്റുഡിയോയിലുണ്ടായിരുന്നവർ അദ്ദേഹത്തെ താങ്ങിയെടുത്ത് സോഫയിൽ കിടത്തി വിളിച്ചുണർത്തി. ബ്രൂസ് ലീ ചാടി എഴുന്നേറ്റു. പക്ഷേ ഉടൻ തന്നെ അദ്ദേഹം വീണ്ടും ബോധരഹിതനായി. ഇത് കണ്ട സ്റ്റുഡിയോയിലുള്ളവർ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഡോക്ടർ പരിശോധിച്ചു. അപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ബ്രൂസ് ലീയുടെ തലച്ചോറിൽ അമിതമായ നീർക്കെട്ടുണ്ടെന്ന്. 2 മണിക്കൂർ വിശ്രമത്തിന് ശേഷം അദ്ദേഹം തിരികെ വന്ന് ഡബ്ബിംഗ് പൂർത്തിയാക്കി. ഡബ്ബിംഗ് പൂർത്തിയാക്കിയതിൻ്റെ സന്തോഷം അദ്ദേഹം സ്റ്റുഡിയോയിൽ പ്രകടിപ്പിച്ചു. പക്ഷേ സംഭവിച്ചതാകട്ടെ, ചിത്രം റിലീസ് ചെയ്യുമ്പോൾ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. അദ്ദേഹം മരിച്ച് കൃത്യം 6 ദിവസങ്ങൾക്ക് ശേഷമാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയുടെ ചരിത്ര വിജയം കാണുവാൻ അദ്ദേഹം ഒപ്പം ഉണ്ടായില്ല. ലോക ജനതയെ ആയോധന കലാ പഠനത്തിന് പ്രചോദനം നൽകിയ പോലെ തന്നെ ഇന്ത്യൻ സിനിമയിലെ ഒരു സൂപ്പർ താരത്തിനും തൻ്റെ ആയോധന കലാ പഠനത്തിന് ഏറെ പ്രചോദനം നൽകി. കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയ ആ സൂപ്പർ താരത്തിൻ്റെ പേര് അർജുൻ സർജ എന്നാണ്. തമിഴ് സിനിമയിലെ ആക്ഷൻ കിങ് എന്നറിയപ്പെടുന്ന അദ്ദേഹം ചലച്ചിത്ര നടി സുഹാസിനെ ഏൽപ്പിക്കുന്ന ഒരു ഇൻ്റർവ്യൂവിൽ വെച്ചാണ് അദ്ദേഹം ഈ വിവരം വെളിപ്പെടുത്തിയത്. ബ്രൂസ് ലീ തൻ്റെ റോൾ മോഡലാണെന്നും എൻ്റർ ദി ഡ്രാഗൺ കണ്ട ശേഷമാണ് കരാട്ടെ പഠിക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചതെന്നും അദ്ദേഹം പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. 1973 ഏറ്റവും വിജയകരമായ ചിത്രങ്ങളിലൊന്നായിരുന്നു എൻ്റർ ദി ഡ്രാഗൺ. ഹോങ്കോങ്ങിൽ റിലീസ് ചെയ്തപ്പോൾ ഈ ചിത്രം $3,37,536 ഹോങ്കോങ് ഡോളർ നേടി. എന്നാൽ ബ്രൂസ് ലീയുടെ മുൻകാല ചിത്രങ്ങളായ ഫിസ്റ്റ് ഓഫ് ഫ്യൂറി, ദി വേ ഓഫ് ദി ഡ്രാഗൺ എന്നിവയേക്കാൾ കുറവായിരുന്നു ഈ കളക്ഷനുകൾ. വടക്കേ അമേരിക്കയിൽ റിലീസ് ചെയ്യുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് വിതരണാവകാശത്തിനായി 1973 ഏപ്രിലിൽ അമേരിക്കൻ വിതരണക്കാരിൽ നിന്ന് $500 ലക്ഷം ഓഫർ ലഭിച്ചു.
1973 ഓഗസ്റ്റിൽ ന്യൂയോർക്കിലെ 4 തിയേറ്ററുകളിൽ പരിമിതമായി റിലീസ് ചെയ്തപ്പോൾ 3 ദിവസത്തിനുള്ളിൽ 1410 രൂപ ഗ്രോസ് നേടി ചിത്രം ആഴ്ചതോറുമുള്ള ബോക്സ് ഓഫീസ് ചാർട്ടുകളിൽ 17ാം സ്ഥാനത്തെത്തി. അടുത്ത ആഴ്ച വികസിപ്പിച്ചപ്പോൾ 2 ആഴ്ചത്തേക്ക് അത് ചാർട്ടുകളിൽ 1ാം സ്ഥാനത്തെത്തി. ബ്രൂസ് ലീ എന്ന മഹാപ്രതിഭയ്ക്കും ഈ സിനിമ നിർമ്മിക്കാൻ കാരണക്കാരായ അണിയറ പ്രവർത്തകർക്കും വേണ്ടി ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട് ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു. നന്ദി.